ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട വി.കെ. സനോജാണ് ഇന്ന് നമുക്കൊപ്പം അതിഥിയായിട്ട് ലീഡേഴ്സ് മോർണിംഗിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ വി.കെ. സനോജ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ? ന്യൂ ഇയർ ഒക്കെ ഗംഭീരായിരുന്നു. എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? നടപ്പാക്കി തുടങ്ങിയോ? ന്യൂ ഇയറിന് മാത്രം അങ്ങനെ റെസൊല്യൂഷൻ ഒന്നുമില്ല. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ റെസൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. അതെ, നിശ്ചയമായിട്ടും. നമുക്ക് കാര്യത്തിലേക്ക് വന്നാൽ ശ്രീ വി.കെ. സനോജ്, ഇപ്പോ ഈ ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇപ്പം സാധാരണക്കാരുടെ ഉള്ളിലേക്ക്, ഞാനടക്കമുള്ള സാധാരണക്കാരുടെ ഉള്ളിലേക്ക് രാഷ്ട്രീയത്തിനപ്പുറം വരുന്നൊരു മുഖം, ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു പൊതിച്ചോറ് പദ്ധതിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യനെ നമുക്ക് ഒന്നുകൊടുത്തും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഒരു നേരം വിശപ്പടക്കാൻ അല്ലെങ്കിൽ ഒരു നേരം ഒരാളുടെ വയറിൻ്റെ ആന്തൽ ശമിപ്പിക്കാൻ കഴിഞ്ഞാൽ അതിൽ പരം ഒരു പുണ്യപ്രവൃത്തി ഈ ലോകത്തുണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. 2017 ജനുവരി മാസം 1 തിരുവനന്തപുരത്ത് തുറന്ന് ആരംഭിച്ച ഒരു പദ്ധതി, ഒരു പരിപാടി, ഒരു പുണ്യപ്രവൃത്തി ഹൃദയപൂർവ്വം ഇന്ന് 9 ആണ്ട് തികഞ്ഞു നിൽക്കുന്ന സന്ദർഭമാണ്. ചാരിതാർത്ഥ്യമില്ലേ ശ്രീ വി.കെ. സനോജ്? തീർച്ചയായിട്ടും. ഡിവൈഎഫ്ഐ രൂപീകരിക്കുന്നത് 1980-ലാണ്. അപ്പം 80-ൽ രൂപീകരിച്ച ഡിവൈഎഫ്ഐ അതിൻ്റെ പരിപാടിയിൽ തന്നെ സമര സംഘടനാ പ്രവർത്തനത്തോടൊപ്പം സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലും പങ്കാളികളാവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡിവൈഎഫ്ഐയുടെ പരിപാടിയിൽ പറഞ്ഞതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഭക്ഷണ വിതരണ പരിപാടി, അത് 2017 ജനുവരി മാസം 1-ാം തീയതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പരിപാടിയാണ്. അന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദ്യ ദിവസം ഒരു 100 പൊതിച്ചോറുമായിട്ടാണ് അവിടെ പോയത്. അപ്പോൾ പോകുന്ന സഖാക്കൾ എന്ന് പറഞ്ഞത് ഈ 100 പൊതിച്ചോറൊക്കെ വാങ്ങിക്കാൻ ആളുണ്ടാവുമോ എന്നൊരു ആശങ്കയായിരുന്നു. കാരണം ഇതൊരു മുൻ മാതൃക ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊതിച്ചോറൊക്കെ വാങ്ങാൻ ആളുണ്ടാവുമോ എന്നൊരു ആശങ്കയുടെ പുറത്താണ് അവരന്ന് പോയത്. പക്ഷേ ആ 100 പൊതിച്ചോറ് വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ വാങ്ങുന്ന നിലയുണ്ടായി. പിന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ അത് 500-ആയി, 1000-മായി, 2000-മായി. അങ്ങനെ അവിടെ മാത്രം 7000-8000 പൊതിച്ചോറ് വിതരണം ചെയ്യുന്നു എന്നാണ് പിന്നീടുള്ള അനുഭവം. ആ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അന്ന് തുടങ്ങിയ പദ്ധതി കേരളത്തിൽ ഇന്നിപ്പോൾ 77 ആശുപത്രികളിലേക്ക് വ്യാപിച്ചു എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി ചേർന്നിട്ട് നിർബന്ധമായും ഓരോ ഇത്രാം തീയതിക്കകം ഓരോ മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ഓരോ ആശുപത്രിയിൽ തുടങ്ങണം എന്ന ആഹ്വാനമായിരുന്നില്ല. ആ പദ്ധതിയുടെ തുടർച്ചയിൽ ഓരോ കമ്മിറ്റിയും സ്വതന്ത്രമായി ആലോചിച്ച് ഞങ്ങളും ഇത്രാം തീയതി മുതൽ ഇതിൻ്റെ ഭാഗമാവുന്നു എന്ന് പറഞ്ഞ ഒരു സംഘടനാ അനുഭവമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. പിന്നിപ്പോൾ 77 ആശുപത്രികളിലായി ഏതാണ്ട് 45,000-നും 50,000-നും ഇടയിൽ പൊതിച്ചോറ് ശരാശരി ഒരു ദിവസം കൊടുക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു പ്രതിസന്ധി കാലത്തും ഇത് മുടങ്ങിപ്പോയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2017 ജനുവരി 1 തുടങ്ങിയിട്ട പദ്ധതി ഇന്നിപ്പോൾ 2026 ജനുവരി 2 ആയിരിക്കുന്നു. അപ്പോൾ ഈ ദിവസത്തിനിടയിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മുടെ സഖാക്കൾ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ നിന്ന് പാചകം ചെയ്ത് കൊടുക്കുകയല്ല. ആയിരക്കണക്കിന് വീടുകൾ സന്ദർശിച്ച് 2 ദിവസം മുന്നേ വീട് കയറി പറയുന്നു, അതിനുശേഷം തൊട്ട് തലേ ദിവസം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അന്ന് രാവിലെ തന്നെ വീട് കയറി ഭക്ഷണപ്പൊതികൾ ശേഖരിക്കുന്നു, നമ്മുടെ വളണ്ടിയർമാരെല്ലാം കൂടി ചേർന്ന് അതൊരു വാഹനത്തിലാക്കി അവിടെ കൊണ്ടുപോയി വിതരണം ചെയ്യുന്നു, അതിൻ്റെ വേസ്റ്റെല്ലാം എടുത്ത് സംസ്കരിക്കേണ്ട സ്ഥലത്ത് സംസ്കരിക്കുന്നു. ആ പോകുന്ന സഖാക്കൾ അവിടെ രക്തവും കൊടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഭക്ഷണത്തോടൊപ്പം രക്തവും ദാനം ചെയ്യുന്ന നിലയിലേക്ക് ആ പദ്ധതി പിന്നീട് മാറുന്നു എന്നതാണ് നമ്മുടെ അനുഭവം. അതുകൊണ്ട് ഒരു ദിവസം പോലും ഇപ്പോൾ കോവിഡ് മഹാമാരി ഉണ്ടായി, നിപ്പയുണ്ടായി. ഇപ്പോൾ കോവിഡ് കാലത്തും നിപ്പയുടെ കാലത്തും പ്രളയത്തിൻ്റെ കാലത്തും നാട്ടിൽ പലവിധത്തിലുള്ള പ്രതിസന്ധികൾ, തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാവരും തിരക്കിലേക്ക് പോകുന്ന ചില സംഘടനാ പ്രവർത്തനങ്ങൾ, അപ്പോൾ ഒന്നും ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതെല്ലാം ഞങ്ങൾക്ക് വിജയിപ്പിക്കാൻ വേണ്ടി കഴിയുന്നത് ഡിവൈഎഫ്ഐക്കാരനെ ഒരു പൊതിച്ചോറ് ഏൽപ്പിച്ചാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും ഒരു വിശ്വാസമുണ്ട്. ആ ഏൽപ്പിക്കപ്പെട്ട പൊതിച്ചോറ് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്ന വിശ്വാസമാണ്.
ഇതൊന്നും ഒരിക്കലും ഞങ്ങൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് മാത്രമല്ല ശേഖരിക്കുന്നത്. ഞങ്ങളോട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളും ഒരു രാഷ്ട്രീയത്തിലും പെടാത്ത ആളുകളും സമൂഹത്തിലെ നാനാവിഭാഗം ആളുകളും ഞങ്ങളുമായി സഹകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഈ പൊതിച്ചോറിന് ഇത്രയും വലിയ അനുഭവം മുൻനിർത്തിയിട്ട് സംസാരിക്കുമ്പോൾ അവരോടെല്ലാം നന്ദി പറയാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. തീർച്ചയായും ശ്രീ വി കെ സനോജ്. മറ്റൊന്ന്, ഈ വയനാട്ടിലെ ടൗൺഷിപ്പ് ഉയർന്നു വരികയാണ്. ഫെബ്രുവരിയിൽ തന്നെ ആദ്യഘട്ടം പൂർത്തിയാക്കി ആളുകളെ എത്തിക്കുമെന്ന് ഇന്നലെ CM വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. സർക്കാരിനൊപ്പം DYFIയും നൽകുന്നുണ്ട് 100 വീടുകൾ. അപ്പോൾ ഈ പുനരധിവാസത്തിൽ ആയാലും പൊതിച്ചോറിലായാലും യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ നിന്നൊക്കെ വ്യാപകമായ വിമർശനം പല ഘട്ടങ്ങളിലും DYFIക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ എന്താണ് മറുപടി? ഞങ്ങളുടെ പൊതിച്ചോറ് പദ്ധതിയെ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ധാരാളം ആളുകൾ അഭിനന്ദിച്ച നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെപ്പോൾ നേരിട്ട് ചില ആളുകൾ അഭിനന്ദിച്ചിട്ടില്ലെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരോട് തന്നെ അവരുടെ നേതാക്കൾ പല ഘട്ടത്തിൽ പറഞ്ഞത് നിങ്ങൾ DYFIയെ കണ്ടു പഠിക്കുമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് കാസർഗോഡ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ക്യാമ്പിൽ ക്ലാസ് എടുക്കാനോ ഉദ്ഘാടനത്തിനോ രമേശ് ചെന്നിത്തല പോയ സന്ദർഭത്തിൽ രമേശ് ചെന്നിത്തലയുടെ പ്രസംഗം തന്നെ പുറത്തേക്കാരോ വീഡിയോ എടുത്ത് പ്രസിദ്ധീകരിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് പറയുന്നത് DYFIയുടെ പൊതിച്ചോർ പദ്ധതിയെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇരിക്കൂറിൽ കോൺഗ്രസിൻ്റെ ഒരു യോഗം നടക്കുകയാണ്. യോഗം എന്ന് പറഞ്ഞാൽ നിയമസഭാ മണ്ഡലം കമ്മിറ്റി രൂപീകരണ യോഗം മറ്റാണ്. അത് അന്ന് സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത്. സുധാകരനും അന്ന് DYFI നടത്തുന്ന പ്രവർത്തനത്തെക്കുറിച്ച് വാദോരാതെ ആ യോഗത്തിൽ പറയുകയാണ്. അപ്പോൾ DYFIയെ മാതൃകയാക്കണമെന്ന് സുധാകരനും ചെന്നിത്തലയും കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിന് ഉപദേശം കൊടുക്കുന്നു. അപ്പോൾ ആ സന്ദർഭത്തിലാണ് അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പൊതിച്ചോറിനെതിരെ ആക്ഷേപം ചൊരിയുന്ന ഒരു പ്രസംഗം നടത്തിയത്. വ്യാപകമായ പ്രതിഷേധമുണ്ടായി. ഞങ്ങൾ മാത്രമല്ല പ്രതിഷേധിച്ചത്. കാരണം ഞങ്ങളുടെ ഈ ഭക്ഷണപ്പൊതി വാങ്ങിയിട്ടുള്ള ധാരാളം നാട്ടിലെ സാധാരണക്കാരായ ആളുകളുണ്ട്. അവരൊന്നും പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ മാത്രമല്ല. അപ്പോൾ ഇത്രയും മാതൃകയായിട്ടൊരു പദ്ധതിയെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ മോശം നിലയിൽ ആക്ഷേപിച്ചു. പൊതിച്ചോറിൻ്റെ മറവിൽ അനാശാസ്യമാണ് നടക്കുന്നത് എന്നാണ് പറഞ്ഞത്. എവിടെയാണ് അനാശാസ്യം നടക്കുന്നത്? നമ്മുടെ ആയിരക്കണക്കിന് വീട്ടമ്മമാരെയാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. കാരണം നമ്മുടെ സഖാക്കൾ വീട്ടിൽ പോയി പറയുന്ന സന്ദർഭത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളും അവരുടെ അമ്മമാർ, അവിടെയുള്ള ആളുകൾ അവരെല്ലാം നമുക്ക് വേണ്ടി 2 പൊതിച്ചോറ് ആവശ്യപ്പെട്ടാൽ 5ഉം 10ഉം പൊതിച്ചോറ് തരുന്ന അനുഭവമാണ്. അവിടെ എന്ത് അനാശാസ്യമാണ് നടക്കുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് കേരളത്തിലെ അമ്മമാരെ ആക്ഷേപിച്ചു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. പിന്നെ ചരിത്രം ഇപ്പോൾ പരിശോധിച്ചാൽ ആ ആക്ഷേപിച്ച യൂത്ത് കോൺഗ്രസ്സുകാരുടെ നേതാവ് ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ രാവിലെ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതെല്ലാം മറുപടി ജനങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വയനാട് പദ്ധതിയാണ്. വയനാടും നമുക്കറിയാലോ ഒരു സമാനതകളില്ലാത്തൊരു ദുരന്തമായിരുന്നല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാം ആ ദുരന്തം നടക്കുന്ന സന്ദർഭത്തിൽ ഞാനന്ന് തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് പുലർച്ചെ ഞങ്ങളൊരു സഖാവ് വാഹനാപകടത്തിൽ, ആലപ്പുഴയിലെ രജീഷ് വാഹനാപകടത്തിൽ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു, മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിലൊക്കെ പങ്കെടുത്ത് ഞാൻ പുലർച്ചെ ഒരു 4 മണിയോടുകൂടിയാണ് 3-3:30 തിരുവനന്തപുരത്തുന്നത്. ഒരു 4 മണിയോടുകൂടിയാണ് എനിക്ക് നാട്ടിൽ നിന്നൊരു ഫോൺ വരുന്നത്. ഇങ്ങനെ പെട്ടെന്ന് ഒരു തോണി, ഒരു ബോട്ട് കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അത് എൻ്റെ നാട്ടിൽ നിന്നാണ് വിളിച്ചത്, കൂത്തുപറമ്പിൽ നിന്ന്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വയനാട് ദുരന്തം ഉണ്ടായ അതേ ദിവസം തന്നെ കൂത്തുപറമ്പ്, ചിറ്റാരിപ്പറമ്പ്, മാങ്ങാട്ടടം, മാലൂർ ഭാഗത്തൊക്കെ വ്യാപകമായി ഈ ഒരു വലിയ ഉരുൾപൊട്ടി വന്ന വെള്ളം ഒഴുകിയിട്ട് വെള്ളം കയറുന്ന നിലയുണ്ടായി. അപ്പോൾ ആ ഫോൺ കേട്ട് ഞാൻ ഉണർന്ന് പെട്ടെന്ന് അതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ വാർത്തകളൊക്കെ നോക്കുമ്പോഴാണ് വയനാട്ടിൽ ഒരു ഇത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ വാർത്ത കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ നേരെ കണ്ണൂരിൽ വന്നിറങ്ങി. അന്ന് വൈകുന്നേരത്തോടു കൂടി വയനാട്ടിലെത്തുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് വസീഫ് കോഴിക്കോട് നിന്ന് അങ്ങോട്ട് വന്നു. നമ്മുടെ സംസ്ഥാന സെൻട്രൽ സഖാക്കളെല്ലാം അന്ന് രാത്രി തന്നെ അവിടെ ക്യാമ്പ് ചെയ്തു. പിറ്റേന്നാണ് ഞങ്ങൾ ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും. ഒന്ന്, ഞങ്ങൾ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരെ അന്ന് രാത്രി തന്നെ രംഗത്തിറക്കി. DYFIയുടെ വയനാട് ജില്ലാ പ്രസിഡന്റും സെക്രട്ടറിയും റഫീഖും ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള സഖാക്കൾ അന്ന് രാത്രി തന്നെ അതിൻ്റെ ഭാഗമായി അതിനെല്ലാം നേതൃത്വമായി നിന്നു. പിറ്റേന്ന് നമ്മൾ ഒരു 3 മണിയോടുകൂടിയാണ് നമുക്ക് ഒരു 25 വീടെങ്കിലും നിർമ്മിച്ചു കൊടുക്കണം എന്നൊരു ആലോചന പെട്ടെന്ന് അവിടെ പറയുകയാണ്.
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ പണം ഇങ്ങനെ നേരിട്ട് ആളുകളോട് റെസീറ്റൊന്നും എടുത്ത് പിരിക്കുന്നില്ല, ഞങ്ങൾ മറ്റെന്തെങ്കിലും ഒരു പുതിയ വഴി സ്വീകരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആക്രി പെറുക്കാനും യുവാക്കളുടെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടും ചായക്കട നടത്തിയിട്ടും കൃഷി ചെയ്തും മത്സ്യം പിടിച്ചും ഇങ്ങനെ ഒരു പുതിയ മാതൃക ഞങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളന്ന് ഈ ആഹ്വാനം നടത്തിയപ്പോൾ എനിക്കൊന്ന് ജൂലൈ മാസം 31 തീയതിയാണ് ഈ ആഹ്വാനം നടത്തുന്നത്. ഒരു ആഗസ്റ്റ് 15 നമുക്ക് 20 കോടിയിൽ കൂടുതൽ രൂപ സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നത് നമ്മുടെ എല്ലാം സംഘടനാ അനുഭവത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയാണ്. കാരണം ഇങ്ങനൊരു ആഹ്വാനം നടത്തുമ്പോൾ തന്നെ നമ്മുടെ സഖാക്കൾ താഴെ എത്ര ഊർജ്ജസ്വലതയോടുകൂടിയാണ് ഇടപെട്ടത്. ഇടുക്കിയിലെ നമ്മുടെ ഒരു യൂണിറ്റിൽ നിന്ന് അവിടെയുള്ള സഖാക്കൾ ഒരു യൂണിറ്റ് അവിടെ ചക്ക പറിച്ചിട്ട് അത് പുറത്തു കൊണ്ടുപോയി വിറ്റാണ് പണം ശേഖരിച്ചത്. തളിപ്പറമ്പിലെ കുറച്ച് സഖാക്കൾ അവരോട് അവിടെയുള്ള ഒരു ആൾ പറഞ്ഞു, എൻ്റെ പറമ്പിൽ തെങ്ങുണ്ട്, അവിടെ തേങ്ങ പറിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മുടെ സഖാക്കളെല്ലാം ആ തെങ്ങിൽ കയറി തേങ്ങയിടുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുകയായി. കാസർഗോഡ് സഖാക്കൾ അവിടെ കാഞ്ഞങ്ങാട് ടൗണിൽ ഒരു ചായക്കട നടത്തി. അത് പിന്നെ കേരളത്തിലെമ്പാടും അതിൻ്റെ ആ മാതൃകയിൽ ചായക്കട ഉണ്ടായി. അവിടെ സിനിമാ നടന്മാരായിട്ടുള്ള കുഞ്ഞികൃഷ്ണേട്ടനും അതുപോലെ തന്നെ മറ്റ് പലരും അതിൻ്റെ എല്ലാം ഭാഗമായി വരുന്ന നിലയുണ്ടായി. അപ്പോൾ സമൂഹത്തിലെ നാനാവിഭാഗം ആളുകൾ പലതരത്തിലും ഞങ്ങളെ ഈ പണം സമാഹരിക്കാൻ വേണ്ടി സഹായിച്ചു. പിഞ്ചു കുട്ടികൾ അവരവരുടെ സമ്പാദ്യ കുടുക്കുകൾ തരുന്ന നിലയുണ്ടായി. ചില കുഞ്ഞുങ്ങൾ അവരുടെ ബർത്ത്ഡേക്ക് കേക്ക് വാങ്ങാനും മറ്റും നീക്കി വെച്ച പണം തരുന്ന നിലയുണ്ടായി. ചില ആളുകൾ നമ്മുടെ സഖാക്കൾ സ്വർണം ഊരി തരുന്ന നിലയുണ്ടായി. അപ്പോൾ കിട്ടുന്നത് എന്തും, ആടിനെ തന്നു, കോഴിയെ തന്നു, പശുവിനെ തന്നു, സ്വർണം തന്നു, കേക്ക് വാങ്ങാൻ വെച്ച പൈസ തന്നു, സമ്പാദ്യ കുടുക്ക തന്നു. ആളുകൾ കോറകളിൽ ജോലിക്ക് പോയി, മരം കയറ്റാൻ പോയി, തേങ്ങ പറിക്കാൻ പോയി, മത്സ്യം പിടിക്കാൻ പോയി, കടലിലേക്ക് മത്സ്യം പിടിക്കാൻ. പൊന്നാനിയിലെ സഖാക്കൾ ബോട്ടെടുത്തിട്ട് കടലിൽ പോവുകയാണ്. പൊന്നാനിയിലെ മത്സ്യബന്ധന തൊഴിലാളികൾ അവർക്ക് ബോട്ട് കൊടുക്കുന്നു, അവർക്ക് ആവശ്യമായ സഹായം കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സഖാക്കളെല്ലാം ചാടി ബോട്ടിൽ കയറിയിട്ട് മീനുമായിട്ട് വരികയാണ്, അത് വിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ ഒരു സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തിയിട്ടാണ് ഞങ്ങൾ 20 കോടി സമാഹരിച്ചത്. അപ്പം ഞങ്ങൾ ഈ കാര്യം ഇച്ഛാശക്തിയോട് നടപ്പാക്കി 100 വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സമ്മതപത്രം മുഖ്യമന്ത്രി കൈമാറി, അതിൻ്റെ തുക കൈമാറാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങളെ വെല്ലുവിളിക്കുന്ന രൂപത്തിൽ 25 DYFI പ്രഖ്യാപിക്കുകയാണെങ്കിൽ 30 കൊടുക്കും, അത് നല്ലത് തന്നെ, ഞങ്ങളും അത് സ്വാഗതം ചെയ്തു. അപ്പോൾ നമ്മുടെ ചില സഖാക്കൾ ചോദിച്ചു, അയ്യോ DYFI 25 ഉള്ളൂ, യൂത്ത് കോൺഗ്രസ് 30 കൊടുക്കുന്നുണ്ടല്ലോ, സഖാവെ 5 കൂടി കൂട്ടിക്കൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഞങ്ങൾ ഇത് കൊടുക്കാൻ വേണ്ടി പറയുന്നതാണ്, അല്ലാണ്ട് യൂത്ത് കോൺഗ്രസ് ഇതിന് മുന്നേയും കുറേ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ടറിയേണ്ടി വരും എന്ന് ഞങ്ങൾ അന്ന് സഖാക്കളോട് പറഞ്ഞിരുന്നു. പക്ഷേ അക്ഷരാർത്ഥത്തിൽ അത് ശരിയാണ്. ഇപ്പം ദുരന്തം നടന്നിട്ട് അവിടെ സർക്കാർ വീട് നിർമ്മാണത്തിൻ്റെ ഒരു വലിയ ഘട്ടം പൂർത്തീകരിക്കുന്ന സന്ദർഭത്തിലും യൂത്ത് കോൺഗ്രസ് ഇനിയും പണം കൊടുത്തിട്ടില്ല. അവർക്കിടയിൽ തന്നെ വലിയ തർക്കം ഉണ്ടാവുന്നു, പിരിച്ച പണം എവിടെയും ചോദിക്കുന്നു. ഇപ്പോൾ ഒടുവിൽ പിരിച്ച പണം പോയ വഴിയെല്ലാം ആളുകൾക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തന്നെ മറ്റു ആളുകൾക്ക് ബോധ്യപ്പെട്ടു പണമൊക്കെ എവിടെയാണ് ചിലവഴിച്ചത് എന്ന്. അപ്പോൾ അതാണ് ആ കാര്യത്തിൽ. അപ്പം നമുക്ക് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ഘട്ടത്തിൽ ചോദിച്ചത്, DYFI നിർമ്മിച്ചു കൊടുത്തൊരു വീട് കാണിച്ചു തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, അത് കാണിച്ചു തരാൻ പറ്റില്ല. കാരണം എന്താണ്, ഞങ്ങൾ 100 വീട് നിർമ്മിച്ചിട്ട് അതൊരു DYFIയുടെ പ്രത്യേക ഗ്രാമമാക്കി നിലനിർത്താനല്ല ഉദ്ദേശിച്ചത്. ഞങ്ങൾ അന്ന് പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന പദ്ധതിയോട് സഹകരിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വീട് നിർമ്മിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന ഘട്ടത്തിൽ അവരുമായി സഹകരിച്ച് ഞങ്ങൾ ആ പദ്ധതിക്ക് പോയി അങ്ങോട്ട് ആ പണം കൈമാറുന്ന നിലയുണ്ടായത്. അല്ലാതെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് കുറച്ച് വീടുണ്ടാക്കിയിട്ട് അത് DYFIയുടെ പേര് ആ ചുവരുമിൽ എഴുതി വെക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ആളുകളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാണ് DYFI ആ കാര്യങ്ങളെ കണ്ടത്. അല്ലാതെ യൂത്ത് കോൺഗ്രസ്സുകാരൻ ചോദിക്കുന്ന പോലെ DYFI നിർമ്മിച്ച വീട് കാണിച്ചു തരാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ആ ഘട്ടത്തിൽ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. അപ്പോൾ ഈ അത്തരം വിമർശനങ്ങൾക്കൊന്നും കാര്യമില്ല. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ഇതെല്ലാം ഞങ്ങൾ വളരെ അത്രയേറെ ചാരിതാർത്ഥ്യത്തിൽ തന്നെയാണ് സംഘടന നിൽക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പം വയനാടിന്റെ കാര്യം
കാര്യമാണെങ്കിലും അതേപോലെ തന്നെ പൊതിച്ചോറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പുതുവർഷം പിറന്നത് ഈ പുതുവർഷത്തിന് ശേഷം ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകളൊക്കെയും നല്ലത് തന്നെയാണ്. ശ്രീ വി കെ സനോജ്, മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞ പ്രാഥമികമായും ഒരു സമര സംഘടനയാണ്. രണ്ട് ചോദ്യമുണ്ട് എനിക്ക്. ഇപ്പം ഒന്നെന്ന് പറയുന്നത് 10 വർഷം അധികാരത്തിൽ നിന്നത് ഒരു സമര സംഘടന എന്ന നിലയിൽ അല്പം പിന്നോട്ടടുപ്പിച്ചിട്ടുണ്ടോ? രണ്ടാമത്തേത്, ഒരു വിഭാഗം ആളുകൾക്കെങ്കിലും സംഘടന നന്നാകാൻ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് നല്ലത് എന്നൊരു ചിന്ത കൂടിയില്ലേ? അതായത് ഡിവൈഎഫ്ഐയെ ചില ആളുകൾ ഈ തലത്തിൽ വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവരോടെല്ലാം ഞാനത് തുടക്കത്തിൽ 1980 രൂപീകരിച്ച ഡിവൈഎഫ്ഐ പിന്നെ അതിൻ്റെ പരിപാടിക്കകത്ത് സമര സംഘടനാ പ്രവർത്തനത്തിൻ്റെ കാര്യം മാത്രമല്ല സന്നദ്ധ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ചും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും സമന്വയിപ്പിച്ച് നടത്തുകയാണ്. ഇപ്പോൾ രാജ്യത്ത് ഡിവൈഎഫ്ഐ നടത്തുന്ന സമരങ്ങൾ നിങ്ങൾ നോക്ക്. ഇപ്പോൾ കർണാടകയിൽ നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നടത്തിയ സമരമാണ്. കർണാടകയിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രദേശത്ത് ബാംഗ്ലൂരിൽ കോൺഗ്രസ് നടപ്പാക്കിയിട്ടുള്ള ബുൾഡോസർ രാജ്, ആ ബുൾഡോസർ രാജിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് പിന്നെ ആളുകൾ അനാഥരാക്കപ്പെട്ടു, എടുത്ത് തെരുവിലേക്ക് എറിയപ്പെട്ടു. ആരാണ് അവിടെ സമരവുമായിട്ട് പോയത്? ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ സഖാവ് റഹീം അവിടെ പോയി അവിടുത്തെ ദൃശ്യങ്ങൾ, അവിടുത്തെ ചിത്രങ്ങൾ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞു. കേരളത്തിലും രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിലും ഡിവൈഎഫ്ഐ അതിശക്തമായ നിലയിൽ ബുൾഡോസർ രാജിനെതിരായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ നടത്തി. ഞങ്ങൾ ആ ബുൾഡോസർ രാജിൻ്റെ നേർസാക്ഷ്യം എന്ന പേരിൽ കേരളത്തിൽ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസമാണ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ദൃശ്യങ്ങൾ ജനങ്ങളോട് കാണിച്ചത്. അതിനുശേഷം 2000 കേന്ദ്രങ്ങളിൽ മേഖലാടിസ്ഥാനത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നടത്തിയ മറ്റൊരു സമരം റെയിൽവേ ടിക്കറ്റ് ചാർജ് വർധനവുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അവഗണന, യഥാർത്ഥത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുമാനം റെയിൽവേ കൊടുക്കുന്നത്. ആ കേരളത്തിന് അർഹമായിട്ടുള്ള യാത്രാ സൗകര്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചു. വന്ദേ ഭാരത് അനുവദിച്ചോടുകൂടി ഉണ്ടായിട്ടുള്ള മറ്റൊരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല. സാധാരണ ആളുകൾ ജോലിക്ക് പോകുന്ന ട്രെയിനെല്ലാം പിടിച്ചിടുകയാണ്. വന്ദേ ഭാരതിന് എല്ലാ ആളുകൾക്കും അങ്ങനെ പോകാൻ വേണ്ടി കഴിയുന്ന ഒരു ട്രെയിനല്ല. അപ്പോൾ പാത ഇരട്ടിപ്പിക്കേണ്ടതുണ്ട്. പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് തയ്യാറായിട്ടുണ്ടോ? ഇല്ല. കേരളത്തിലെ റെയിൽവേ ട്രാക്കിൻ്റെ വളവ് നിവർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അത് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അതെല്ലാം പോട്ട് ഇനിയിപ്പോൾ കേരളത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു സിൽവർ ലൈൻ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് ഉടക്കി നിൽക്കുന്ന സമീപനം കേന്ദ്രം സ്വീകരിക്കുന്നു. അടിക്കടി ചാർജ് വർദ്ധിപ്പിക്കുന്നു. ഇന്ന് ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്നത് നമ്മുടെ ചരക്ക് ഗതാഗതം വഴിയാണ്. ആ ചരക്ക് ഗതാഗതത്തിൻ്റെ ഏതാണ്ട് 60% സ്വകാര്യവൽക്കരിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് കടക്കുകയാണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നൊരു കാലമുണ്ടായിരുന്നു. ആ നിയമനത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഇപ്പോൾ തന്നെ ഉണ്ടാവുകയാണ്, ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ നിയമനം നടക്കുന്നില്ല. അവിടെയെല്ലാം കരാർ അടിസ്ഥാനത്തിൽ കരാർ അടിമകളെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ചെറുപ്പക്കാർക്ക് അവിടെ ജോലി കിട്ടുന്നില്ല, ആനുകൂല്യങ്ങളില്ല. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ 14 റെയിൽവേ സ്റ്റേഷനിലേക്കും കഴിഞ്ഞ ദിവസമാണ് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത്. ഡിവൈഎഫ്ഐ കഴിഞ്ഞ ജനുവരിയിൽ ഒരു വലിയ മനുഷ്യ ചങ്ങല നടത്തി. അപ്പോൾ ഡിവൈഎഫ്ഐ സമരം ചെയ്യുന്നില്ല എന്നത് ഒരു പ്രചരണം മാത്രമാണ്. പിന്നെ കേരള സംസ്ഥാന ഗവൺമെൻറ്റിനെതിരായി ഡിവൈഎഫ്ഐക്ക് പഴയതുപോലെ സമരം ചെയ്യേണ്ടി വരുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സംസ്ഥാന ഗവൺമെൻറ് ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒട്ടേറെ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഡിവൈഎഫ്ഐ തൊഴിലില്ലായ്മയെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിയമന നിരോധനവുമായി ബന്ധപ്പെട്ട പരസ്യമായ സമരം ചെയ്യേണ്ടി വന്ന അനുഭവം ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ നിയമന നിരോധനമില്ല, തൊഴിലില്ലായ്മയുണ്ട്. തൊഴിലില്ലായ്മ രാജ്യവ്യാപകമായുള്ളൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിൽ നിയമന നിരോധനമില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ PSC നിയമനങ്ങൾ നടന്ന ഒരു കാലം. ആളുകൾ കേരളത്തിൽ നിന്ന് നിയമിക്കപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യെസ്. ഇപ്പോൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ പാർട്ടിക്ക് വലിയൊരു തിരിച്ചടിയായ ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ തദ്ദേശ തിരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിപക്ഷം ഉണ്ടാക്കിയ ഒരു എഡ്ജാണ്. ഇപ്പോൾ 50 ലക്ഷം യുവാക്കളുള്ള ഒരു സംഘടനയ്ക്ക് സമൂഹത്തിലെ വിഷയം BJPയോ കോൺഗ്രസോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ പറ്റുന്നില്ല, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ടോ ശ്രീ വി കെ സനോജ്? അതായത് സമൂഹ മാധ്യമങ്ങളിൽ കുറച്ചും കൂടി നമ്മളൊന്ന് ആക്റ്റീവ് ആകണം എന്നൊരു തോന്നലുണ്ടോ? തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കുറേ കൂടി ആക്റ്റീവ് ആവണം എന്ന് തന്നെയാണ് ഞങ്ങളും കാണുന്നത്.
ഇപ്പോൾ ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ നുണയാണ് വലതുപക്ഷം പ്രചരിപ്പിക്കുന്നത്. ആ നുണപ്രചരണത്തെ തുറന്നു കാണിക്കാൻ ആവശ്യമായ നിലയിൽ ഞങ്ങൾ കുറേ കൂടി ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നിലയിൽ സമൂഹ മാധ്യമങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ ഓരോ പ്രവർത്തകരും ഇടപെടും. ഓക്കെ, അപ്പോൾ വളരെയധികം നന്ദി ശ്രീ വി കെ സനോജ് സംഘവും ജോയിൻ ചെയ്തതിനും ഇത്ര നേരം ചെലവഴിച്ചതിനും. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കും, നല്ലൊരു പുതുവർഷമാകട്ടെ. ഒപ്പം തന്നെ ഹൃദയപൂർവ്വം പരിപാടി അത് ഇതിലും മികച്ചതായി ഒത്തിരി മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സംഘടനയ്ക്കും സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഓക്കെ.